സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാത്ത വകുപ്പ് മേധാവിമാരെ രൂക്ഷമായി വിമർശിച്ച് സ്പീക്കർ എൻ ഷംസീർ തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വീഡിയോ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിമർശനം. നോട്ടീസിൽ പേരുണ്ടായിട്ടും പലരും പരിപാടിക്ക് എത്താതിരുന്നതോടെയാണ് സ്പീക്കർ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞത്. മറ്റൊരു വിഭാഗമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ്. എന്ത് പരിപാടി വെച്ചാലും DO ഉണ്ടാവും, DD ഉണ്ടാവും. ഈ ചങ്ങായിമാർ തിരിഞ്ഞു നോക്കില്ല. വേറൊരു വിഭാഗമുണ്ട്, സഹകരണ വകുപ്പ്. ഏത് ഉദ്ഘാടനത്തിനും JR ഉണ്ടാവും, അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇതൊരു അൺഫെയറാണ്. ജില്ലാ കളക്ടർ അദ്ദേഹം അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പം ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു തിരക്കുമില്ല. ഇതിനകത്ത് തിരക്കൊന്നുമില്ലാത്ത കുറച്ചാൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് ചുരുങ്ങും. ഇനി നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് തീരുമാനിച്ചു തരാം. എല്ലാ പരിപാടിയിലും റവന്യൂവിൻ്റെ കളക്ടർ വേണം, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DD വേണം, DO വേണം, സഹകരണ വകുപ്പിൻ്റെ JR വേണം, അല്ലെങ്കിൽ AR വേണം. അതൊന്നും ആവശ്യമില്ല. അതിൽ പങ്കെടുക്കുന്ന ഉറപ്പുള്ള ആളുടെ പേര് മാത്രം ചടങ്ങിൽ വെക്കുമ്പോഴാണ് പരിപാടിക്ക് ഒരു ഗൗരവവും ഗാംഭീര്യവും ഉണ്ടാവും. ഉദ്യോഗസ്ഥരെ മുന്നിലിരുത്തിയായിരുന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ വിമർശനം. റവന്യൂ, വിദ്യാഭ്യാസം, സഹകരണ വകുപ്പ് ജില്ലാ മേധാവിമാർക്കാണ് ഈ വിമർശനം. സർക്കാർ പരിപാടികളിലെ നോട്ടീസിൽ പേരുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ പരിപാടിക്ക് എത്തുന്നില്ല. പങ്കെടുക്കുമെന്ന് ഉറപ്പുള്ളവരുടെ പേര് മാത്രം നോട്ടീസിൽ വെച്ചാൽ മതി. ഉദ്യോഗസ്ഥർക്ക് തിരക്കുണ്ട്, ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തിരക്കില്ല എന്ന് കരുതരുത് എന്നും എൻ ഷംസീർ തുറന്നടിച്ചു. ജനാധിപത്യക്രമത്തിൽ ഇത് അനുകരണീയ മാതൃകയല്ല. നിങ്ങൾക്ക് പരിമിതിയുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കാമെന്നും ജീവനക്കാർ മാറി ചിന്തിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പോലും താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് സ്പീക്കറുടെ ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ജനം, കണ്ണൂർ.